ഫ്രണ്ട്സ് ഇന്ന് കാലത്ത് തന്നെ ജിമ്മിനൊന്നും പോകാണ്ട് കുഞ്ഞ് സൈക്കിൾ റൈഡും ചെയ്തിട്ട് തിരിച്ചെത്തിയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു ബൈക്ക് റൈഡ് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലൊന്നും ദൂരമല്ല, നമ്മളെ കണ്ണൂർ തന്നെയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. TRF ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 3 മാസമായി. പക്ഷേ കാര്യമായിട്ട് റൈഡൊന്നും പോയിട്ടില്ല. ആകെ പോയത് തൃശ്ശൂർ മാത്രമാണ്. പക്ഷെ അന്നത്തെ ആ റൈഡിൽ തന്നെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല. ഞാൻ, വൈഷ്ണവി, അങ്ങനെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അഡ്മിനൊക്കെ എക്സാം ആയിരുന്നു, അതുകൊണ്ട് അവളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസം ഇങ്ങനെ പറഞ്ഞൊരു മീറ്റപ്പ് ഒക്കെ എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ലീവൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ലീവാണ്. കാരണം വെച്ചാൽ ക്രിസ്മസ് ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും ഒരു ക്രിസ്മസ് റൈഡും അതിനോടൊപ്പം തന്നെ ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ കാലിക്കറ്റിൽ നിന്നും കുറച്ച് റൈഡേഴ്സൊക്കെ വരുന്നുണ്ട്. വേണ്ടി ഇന്ന് എല്ലാവരും നമ്മൾ ധർമ്മടത്താണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഷാലും എന്താ പറയുക ഷെയ്തി എല്ലാവരും ഉണ്ട്. ഇന്നത്തെ കോസ്റ്റ്യൂം ഈ കളറാണ്, റെഡ് കളറ്, ടോപ്പ്, വൈറ്റ് പാൻറ്, വൈറ്റ് ഷോള്, ഈ കളറ് ഷ്രഗ് ഞാൻ ഇവിടുന്ന് അവിടെ എത്തുന്നവരെ ഇടുന്നതാണ്. അപ്പോൾ നല്ല റെഡ് കളർ കിട്ടിയിട്ടില്ല എനിക്ക്, ഒരു ചെറിയ മെറൂൺ കളർ. എന്നാലും ഫോട്ടോയിലൊക്കെ റെഡ് കളർ തന്നെയായിട്ട് കാണുന്നുണ്ട്. മേലെ ചുവത്തിയാൽ ഒരാൾ ജോയിൻ ആയിട്ടുണ്ട്, അഭിരാമി എന്ന പേര്. അപ്പൊ ഇനി താഴെ ചുവത്തിനാണ് നമ്മളെ ഷെമിയും ചെയ്തലും ജോയിൻ ആകാൻ പോകുന്നത്. ഇപ്പം ഞങ്ങൾ താഴെ ചുവക്ക് എത്തി. അഭിരാമിന്റെ വീട് കൂടാളിയാണ്. അപ്പോൾ അവള് മേലെ ചുവക്കിനെ ജോയിൻ ആയി. ഹായ് അഭിരാമി, എന്തായിരുന്നു? ആ ശരി, ഇവിടെ കണ്ടെടുത്തന്നെ. ഓക്കെ. അപ്പോൾ TRFിന്റെ ഫസ്റ്റ് റൈഡാ? കുറേ മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതല്ലേ അഭി? ആ ഓക്കെ, അഭി കളിക്കും കേട്ടോ, കുഴപ്പമില്ലാതെ. അപ്പോൾ ഇനി വരേണ്ടത് നമ്മളെ ഷെമിയും ഷെയ്ദിയാണ്. അപ്പോൾ പുറപ്പെട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതാ രണ്ടാളും വരുന്ന, രണ്ട് റെഡ്. ഇവിടെ വാട, ഇവിടെ വാ. അല്ല അങ്ങോട്ടേക്കല്ലേ, അന്ന് നമ്മ ഇങ്ങനെ കേറിയിട്ട് പിന്നെയും പോകുകയായിരുന്നു. ഇങ്ങോട്ടേക്കാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലടാ. പാർക്കിലല്ലോ ഇത്, ധർമ്മടം പാർക്ക്. ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള റോഡാണ് ധർമ്മടത്തെ ഐലൻഡിലേക്ക് പോകുന്നത്. ആ ഒരു ദിവസം ഞാനും വന്നിന്. ഇവിടെ കയാക്കിംഗ് ഉണ്ടാ? ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മളിവിടെ എത്തുമ്പോഴേക്കും നമ്മൾ കുറച്ച് ആൾക്കാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് പരിചയപ്പെടാം. കീർത്തന. ഇവിടെ വീട് തോട്ടട. ഇയാള് പാനൂര്. പിന്നെ ഒരാളും കൂടി ഉണ്ട്. അവർ അവിടുന്ന് ഹിമാലയനെ ഒന്ന് കയറി നോക്കുന്നത്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ കാലെത്തുന്നുണ്ട്. അതാ എല്ലാരും പറഞ്ഞ് കാലെത്തുന്നുണ്ടെന്ന്. ഷെറിന്റെ വണ്ടിയാണ് ഹിമാലയൻ. അപ്പൊ ഞാൻ മുമ്പ് വൈഷ്ണവി എടുത്തോണ്ട് വന്നപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ടോസിൽ വെച്ചിട്ട് എത്തുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഒന്നും കൂടി നോക്കിയേ കറക്റ്റ് അല്ലേന്ന്. അപ്പൊ ശരിയാണ്, ടോസിൽ വെച്ച് എത്തുന്നുണ്ട്. അപ്പൊ അതാ ഷെറി ഒന്ന് എടുത്തോക്കട്ടെ. നിലത്ത് വീണ അടിയിട്ട് പോകും. ഇതാണ് ഷെറി, നമ്മളെ കണ്ണൂർ അഡ്മിറ്റ്. വീട് മയ്യല്. ഇതിലൊക്കെ നോക്കിയാൽ മതി, സംഭവം നോക്കിയാൽ മതി. ഒരാള് കയറിയിട്ട് ഒന്ന് പിറകോട്ട് വലിച്ചു തരുമോന്ന്. ഇതായി എന്താ പറയാ, സാഹസം കാണിക്കുന്ന ആളെ പേരെന്താത്? സാബ്ര ഫ്രം പഴയ. ഇവിടെ കേട്ടാ മൊട്ടാമ്പ്ര, നമ്മളെ നാട്ടുകാരിക്കാണ്. ഓക്കെ, അത് ഇവളൊന്ന് സാഹസം നടത്തിയിട്ട് വരട്ടെ, എന്നിട്ട് എനക്കെടുക്കാം. ഫ്രണ്ട്സ്, എങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഹിമാലയൻ എടുത്തു. ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഡോമിനറിൽ എടുക്കുന്ന പോലെ തന്നെ ആ ഒരു ഹൈറ്റ് തന്നെ എനിക്ക് വരുന്നുള്ളൂ. ഞാൻ എടുത്ത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ബാക്കോട്ടേക്ക് വലിക്കാൻ പറ്റില്ല. അപ്പോൾ അത് വലിക്കണമെങ്കിൽ ആരെങ്കിലും ഒരു ഹെൽപ്പ് വേണം. ആ ഒരു ബുദ്ധിമുട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിയിട്ട് ചെയ്യണം. അതെല്ലാവരും എന്താ പറയുക, ഇങ്ങനെ ബൈക്ക് എടുക്കുന്ന ഗേൾസൊക്കെ പറയുന്നത് തന്നെയാണ് ഹിമാലയൻ എടുക്കുന്നവർ ആ ഒരു വെയിറ്റിന്റെ പ്രശ്നം. വേറൊന്നുമില്ല, അടിപൊളിയായിരുന്നു. ഇപ്പൊ നമ്മളെ കാലിക്കറ്റ് ടീമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കാലിക്കറ്റ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഞാൻ ഹിമാലയൻ എടുത്ത് ഇറങ്ങുമ്പോഴേക്ക് ഇവരെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു യാത്ര? അടിപൊളിയാ. എന്റെ പേര് കാലോടെ പോയി. ആ ഓക്കെ, നമ്മൾ പോയിട്ട് വരുന്നേ. നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ട് വരുന്നേ. ഓക്കെ. ആ കാലിക്കറ്റ് 2.
ഇതാണ് കേട്ടോ നമ്മളെ കേക്ക്, നമ്മളെ ഡ്രസ്സിന്റെ മാച്ചിങ് കളർ. നമ്മൾ കേക്കെല്ലാം വാങ്ങിച്ച് ഗൈസ് റെഡ് വെൽവെറ്റ് കേക്കാണ്. അവന് ഇവിടെ തലശ്ശേരി അവിടെ എത്തുമ്പോഴേക്ക് അഴിഞ്ഞു പോകുമോ എന്താവോ അറിയില്ല. ഇതാണ് കേട്ടോ നമുക്ക് കേക്ക് സെറ്റാക്കി തരുന്ന ആള്. പേര് എന്നത് ഷിനാൻ, നമ്മളെ പിന്നെ അഡ്മിൻ്റെ ഫ്രണ്ട്. ഭയങ്കര നാണം കേട്ടാ. അങ്ങനെ ഇത് നമ്മളെ ക്രിസ്മസ് ഇപ്രാവശ്യം അടിച്ചു പൊളിക്കാന്ന്. ഇപ്പൊ ന്യൂ ഇയർ എങ്ങനെയാന്ന് വെച്ചാൽ ഈ അവസ്ഥ, ന്യൂ ഇയറിന് എന്തായാലും ഇല്ലല്ല. ഇവള് ഇന്നലെ വേറെ ഇവള് വേറെ പരിപാടിയാണ്. ഞാൻ അതുപോലെ തന്നെ മാറ്റുവിന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് അടിച്ചു പൊളിയാന്ന്. കുഞ്ഞു പിള്ളേരെക്കാളെ കഷ്ടത ഈ കുഞ്ഞു മക്കളെല്ലാം സൈഡിലാക്കിയിട്ട് വലിയ ആൾക്കാരെല്ലാം ആടുന്നുണ്ടോ. ബീച്ച് കാണുമ്പോൾ പോവാൻ തോന്നുന്നല്ലേ. പക്ഷെ നല്ല ഒന്നൊന്നര വെയിൽ, ഫോട്ടോ എടുക്കാനും കഴിയില്ല, ഒന്നിനും കഴിയില്ല. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കാണ് തിരിച്ചു വരേണ്ടി വരും. ഗൈസ് ഇപ്പോൾ സമയം 12:30 മണിയാണ്. നല്ല ഒന്നര വെയിലാണെന്ന് സഹിക്കാൻ പറ്റുന്നതല്ല. കുറച്ച് സ്ഥലത്തിൽ നല്ല എന്താ പറയുക തണലുള്ള സ്ഥലമുണ്ട്, പിന്നെ കുറേ സ്ഥലം നല്ല വെയിലുള്ള സ്ഥലമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ കുഞ്ഞു മക്കളെല്ലാം ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു പിന്നെ വിശപ്പിൻ്റെ സമയമെല്ലാം ആയി ഏതായാലും ഇവിടുന്ന് ലീവ് ചെയ്യുന്നത്. അപ്പം എന്താ പറയാനുള്ളത്, ഇനിയിപ്പോൾ കാലിക്കറ്റ് ഉള്ളവർ കാലിക്കറ്റിലേക്ക് പോകും, ഞങ്ങൾ കണ്ണൂരിലേക്ക്. അപ്പോൾ ഫുഡിൻ്റെ കാര്യമൊന്നും തീരുമാനമായിട്ടില്ല. ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ മിക്കവാറും ഞാൻ ഇവിടുന്ന് മുങ്ങാനാണ് ചാൻസ്. കാരണം ഇന്നലത്തെ ഫുഡ് കഴിച്ചിട്ട് തന്നെ ആകെ പിന്നെ എന്താ പറയുക ഒന്നും തിരിയാത്ത അവസ്ഥയിലുള്ളത്. കാരണം ഇന്നലെ നല്ല ഹെവി ഫുഡായിരുന്നു. പിന്നെ ഇന്നും കൂടി റെസ്റ്റോറൻറ്റിൽ കയറി ഹെവി ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡയറ്റിൻ്റെ കാര്യത്തിലൊരു തീരുമാനം. പോകാനിറങ്ങാൻ നമ്മളെയും പിടിച്ചിട്ട് ഇവരുടെ ഐലാൻഡിൻ്റെ അടുത്തേക്ക് വന്ന് നല്ല ചൂടാണ്. അതായത് ഹെൽമെറ്റെല്ലാം എടുത്ത് വെച്ചിട്ട് നടക്കുന്നത്. ഇതൊക്കെ ചൂടാണ്. ശരിക്കും ഇവിടെ വരേണ്ടത് ഒരു 3 മണിയിലും കഴിഞ്ഞിട്ടാണ്. വൈകുന്നേരം വന്നാൽ മാത്രമേ നമുക്കിത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അത് അറിയില്ല, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി വിചാരിക്കുന്നു. ഓക്കെ ടാറ്റാ. നല്ല റോഡാണ്. ഇപ്പൊ വരുമ്പോഴേക്കെല്ലാം പൊളിച്ചിട്ട്, നല്ല റോഡെല്ലാം പൊളിച്ചിടുന്ന, പൊളിയ റോഡൊന്നും ശരിയാക്കൊന്നുമില്ല. അടിപൊളി റോഡാണ്. വന്നപാടെ നേരെ കിച്ചണിലേക്ക് ഇറങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി വിശപ്പ്. പോകുമ്പോൾ എന്താ കഴിച്ചാൽ ബ്രെഡ് ഓംലേറ്റ് കഴിച്ചിട്ട് പോയതാണ്. പിന്നെ റെസ്റ്റോറൻറ്റിലെല്ലാം പോകണമെന്നല്ല ആദ്യം വിചാരിച്ചിരുന്നു. പിന്നെ വിചാരിച്ചു വേണ്ട, ഡയറ്റ് ഇങ്ങനെ ഡെയിലി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് തിന്നിട്ട് ഡയറ്റ് തെറ്റിക്കണ്ട. അതിനുശേഷം നേരെ ഇങ്ങോട്ടേക്ക് വന്ന്. അപ്പം സമയം ഇപ്പം എത്രയായെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിയായി. ഇനി വേഗം ഇത് ചുട്ട് തിന്നിട്ട് വേണം ബാക്കിയിലെ പണിയെടുക്കാൻ വേണ്ടി. ശരിക്കും മീറ്റപ്പ് ഉണ്ടല്ലോ വൈകുന്നേരം കഴിച്ചിട്ടുണ്ട് നല്ല കളറാവുമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലൊക്കെ പോയിട്ട് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ ഈ നല്ല വെയിലായതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. എല്ലാവരും ക്ഷീണമാകുന്നത് വെയിലിൻ്റെ കടുപ്പം കൊണ്ട്. ഇവിടെ എല്ലാവരും തിരിച്ചു വന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ഈ മീറ്റപ്പ് വൈകുന്നേരം വെക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ കാലിക്കറ്റ് നല്ല റൈഡേഴ്സ് വരുന്നെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് അവർക്ക് തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടാണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാലത്ത് വെച്ചത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി പിന്നെ ബെറ്റർ വൈകുന്നേരമാണ്. പിന്നെ പറഞ്ഞ കാര്യമില്ല, അവർക്ക് റിട്ടേൺ പോകേണ്ടത്. എന്തൊക്കെയായാലും നമ്മൾ ഇന്നത്തെ റൈഡും മീറ്റപ്പ് അത് അടിച്ച് പൊളിച്ച് ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരവും നമ്മൾ മിസ് ചെയ്യാറില്ല. അപ്പം പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ ഞാൻ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.